മാതാപിതാക്കളെ കരയിച്ചവൻ അവനാണ് ഏറ്റവും വലിയ പാപി. മുഹമ്മദ് റസൂലുള്ളാഹി. കള്ളു കുടിക്കുന്നവരെ പോലെ, വ്യഭിചരിക്കുന്നവരെ പോലെ, ഹറാമുകൾ കാണുന്നതിനെ പോലെ മോശപ്പെട്ടവനായി തീരുമത്രേ എന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയുടെയും കണ്ണിൽ നിന്ന് ബാഷ്പകണങ്ങൾ പുറത്തേക്ക് വീണാലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വാപ്പയും ഉമ്മയും കരയിച്ചാൽ എന്റെ ജീവിതത്തിൽ രക്ഷയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. മാതാപിതാക്കളെ കരയിക്കലാണ്, മാതാപിതാക്കളെ കരയിക്കലാ ഈ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റകൃത്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പായുമായി കരവിച്ച ആളുകൾ നിരവധിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അള്ളാഹു ആതിരശിക്കുമാറാവട്ടെ. ദുനിയാവിൽ തന്നെ ശിക്ഷയാണ് നിനക്ക്. ഈ ലോകത്ത് നീ മരിക്കണ്ടേ? 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന കബറിനകത്തേക്ക് നിന്നെ കൊണ്ടുപോയി വെക്കുമ്പോ ആ കബറിൽ പോലും നിനക്ക് രക്ഷയുണ്ടാവൂല, അവിടെ പോലും നിനക്ക് രക്ഷയുണ്ടാവൂല. നീ പേടിക്കണം, നീ പേടിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാതെ പ്രയാസപ്പെടും. വാപ്പായുമായി നോവിച്ചവർ മനസ്സിലായിക്കോളെ, തൗബ ചെയ്യണം. അവരുടെ കൈപിടിച്ച് മരിച്ചു പോയിട്ടില്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ഈ രാത്രിയിൽ തന്നെ ഉമ്മ വാപ്പ എനിക്കറിയില്ലായിരുന്നു എന്ന് പൊരുത്തപ്പെടിച്ചോളെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എത്ര സ്നേഹമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ, എത്ര കൂട്ടായ്മയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇന്ന് അണുകുടുംബങ്ങൾ അങ്ങനെ കടന്നു വന്നിരിക്കാം അല്ലെ? കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് ഓരോരുത്തരും. ഒരു കുടുംബത്തിൽ ഒരു തീന്മേശയിൽ ചുറ്റുമിരുന്നിട്ട് ആഹാരം കഴിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമുക്ക് പഴയ കാലഘട്ടത്തിൽ. ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നത്തെ രാത്രി ഭക്ഷണം കഴിച്ച ആളുകളുണ്ടാവും ഒറ്റയ്ക്കിരുന്ന് അടുക്കളയിൽ ഉമ്മയോടൊപ്പം ഇരുന്ന് കഴിച്ചവർ. വാപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം സഹോദരങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് ഒരു തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഴിച്ച ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? പെരുന്നാളിന് പോലെ ഇപ്പൊ ഇല്ല, അസ്തമിക്കപ്പെട്ടു പോയി. പെരുന്നാൾ സുദിനൊക്കെ അവനവന്റെ വീട്ടിൽ സ്വന്തമായിട്ട് സ്വന്തം മക്കളുമായി കൂടപ്പിറപ്പുമായിട്ട് കഴിയുന്ന ഒരവസ്ഥ അതൊക്കെ അന്യമായിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ അങ്ങോട്ട് തീർക്കുക, കുടുംബത്തോട്ട് പോയി കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുക, ഒന്നുമില്ല. അങ്ങനൊക്കെ ഒരവസ്ഥയിലേക്ക് പോയി. മാതാപിതാക്കളെ പരിചയപ്പെടുത്തലില്ല. ഇത് നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്, മനസ്സിലാക്കി കൊടുക്കലില്ല. അവർ മരണപ്പെട്ടു പോയെങ്കിൽ കരുനാഗപ്പള്ളി ജമാഅത്തിലാണ് എങ്കിൽ അവരെ കൊണ്ടുവന്നിട്ട് ഖബർസ്ഥാനിലേക്ക് നിർത്തിയിട്ട് ഇതെന്റെ നിന്റെ വാപ്പയുടെ ഉമ്മ അല്ലെങ്കിൽ നിന്റെ വാപ്പയുടെ ഉപ്പയാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം കുടുംബാദികളെ പരിചയപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം മുൻകഴിഞ്ഞ ഉപ്പമാർക്കുണ്ടായിരുന്നു. ഇന്ന് എത്ര പേര് ജുമാ കഴിഞ്ഞ സിയാറത്തിന് പോകുന്നവരുണ്ട്? എത്ര പേരുണ്ട് സ്വന്തം വാപ്പയുടെ ഉമ്മയുടെയും കബറിന്റെ അടുക്കൽ പോയിട്ട് ഒന്ന് സലാം പറയുന്ന എത്ര പേരുണ്ട്? നിനക്ക് കച്ചവടമായി പോയി, നിനക്ക് വലിയ ബിസിനസ്സുകാരനായി പോയി, നീ വലിയ പണക്കാരൻ, നീ വേറെ റേഞ്ചിലാണ്, നീ ഇവിടങ്ങല്ല. പക്ഷെ നിനക്കൊരു മരണമുണ്ട്, നിനക്കൊരു തിരിച്ചുവരവുണ്ട്. ഈ പള്ളിയുടെ ചുറ്റുപറ്റത്തിൽ ഈ ഖബർസ്ഥാനിൽ വന്നുകൊണ്ട് പാതിരാസൻ സമയത്ത് വന്നുകൊണ്ട് കടക്കേണ്ട ഒരു ഗതികെട്ടവസ്ഥ നിനക്ക് കടന്നു വരുമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിനകത്തലങ്ങൾ ഉണ്ടാവട്ടെ. നീയും വരാനുള്ളതാണ് ഈ വടവൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക്. നിന്റെ തലയിൽ നിന്ന് ഊറ്റിക്കുടിക്കും ഈ വേരുകൾ മുഴുവനും അവർക്ക് ഊർജം പകരുന്നതാകുന്ന അവയവങ്ങളിൽ നിന്നും അവർ ഊറ്റിക്കുടിക്കുന്ന ഒരവസ്ഥ നിനക്ക് വരും. അള്ളാഹു അതിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോളി, വാപ്പയും ഉമ്മയും പൊരുത്തം